കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തൃശൂരിൽ. ഫെഡറലിസത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. മോദി സർക്കാരിൻ്റെ നയങ്ങൾ ന്യൂനപക്ഷങ്ങളെയും വനിതകളെയുമാണ് കൂടുതൽ ബാധിച്ചത്. യുവാക്കൾ തൊഴിൽരഹിതരായി. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഐക്യത്തോടെ മുന്നോട്ടു പോകണം. ഖാർഗെ തൃശൂരിൽ മഹാജനസഭയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. നരേന്ദ്രമോദി പൊതുമേഖലയെ തകർക്കുകയും സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. The ruling dispensation lacks this statesmanship Pandit Nehru had. The Modi, these principles he is not following. He is only harassing the state governments and also he is crushing the poor people and women. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഈ ആശയങ്ങളെയോ മൂല്യങ്ങളോ ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ വിവിധ സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്നും പ്രധാനമന്ത്രി മോഡിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും സ്വകാര്യ മുതലാളിമാരെ പരിലാളിക്കുന്നു. പണപ്പെരുപ്പം ദിനം പ്രതി വർദ്ധിക്കുന്നു. തൊഴിലില്ലായ്മ കൂടി കൂടുമ്പോൾ സാധാരണക്കാരുടെ ഭരണം മോദി ഭരണത്തിൽ ദുരിതപൂർണമാകുന്നു. വിലക്കയറ്റം രൂക്ഷമാണ്. പാചകവാതക വില 400 രൂപയിൽ നിന്ന് 1600 രൂപയായി. മധ്യവർഗത്തെയും സാധാരണക്കാരനെയും പണപ്പെരുപ്പം പ്രതിസന്ധിയിലാക്കി. കോർപ്പറേറ്റുകൾക്കും ധനികർക്കുമായി കോടാനുകോടി എഴുതിത്തള്ളുന്നു. സബ്സിഡി ധനികർക്ക് നൽകി. കോൺഗ്രസ് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയമാകും കോൺഗ്രസിൻ്റേത്. BJPയുടെ രാഷ്ട്രീയ തന്ത്രം നമ്മൾ തിരിച്ചറിയണം. മതത്തിൻ്റെ പേരിൽ വോട്ട് വാങ്ങാനെത്തുന്നവർ സ്ത്രീവിരുദ്ധരാണെന്ന് സഹോദരിമാർ തിരിച്ചറിയണം. സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമം വർദ്ധിച്ചു. ഓരോ മണിക്കൂറിലും 51 സ്ത്രീകൾക്കെതിരെ അക്രമം നടക്കുന്നു എന്നാണ് കണക്കുകൾ. അക്രമികളെ സംരക്ഷിക്കുകയാണ് മോദി സർക്കാർ. മണിപ്പൂരിലെ ബലാത്സംഗങ്ങളും അക്രമങ്ങളും രാജ്യത്തെ നാണക്കേടിലേക്ക് തള്ളിവിട്ടു. കഴിഞ്ഞ 9 മാസമായി നടക്കുന്ന അക്രമം പറയുന്നതിൽ കേന്ദ്രം തയ്യാറാവുന്നതില്ല. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയില്ല? കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ പോയി. പ്രധാനമന്ത്രി രാജ്യത്തെല്ലായിടത്തും പോയി രാഷ്ട്രീയ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ ടൂറ് പോയി. മണിപ്പൂരിൽ പക്ഷേ പോകാൻ അദ്ദേഹത്തിന് സമയമില്ലെന്നും ഖർഗെ കുറ്റപ്പെടുത്തി. മീഡിയ ടൈം, തൃശൂർ.